നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് വായിച്ച് ധ്യാനിക്കുന്ന ദൈവവചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാനും ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ്റെ വായ തുറന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് നീ തരുന്ന വചനം സംസാരിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാർ ധാരാളം ഉണ്ടാകണം. അവരുടെ ഹൃദയങ്ങളിൽ ഈ വചനം കയറണം. അവരുടെയൊക്കെ മാനസാന്തരങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകണം. ദൈവവചനം അവരിൽ പ്രക്രിയ ചെയ്യണം. വലിയൊരു മാറ്റം ഉണ്ടാകണം. അവരിൽ കൂടെയും ധാരാളം പേര് ദൈവവചനം കേൾക്കാനും ക്രിസ്തുവിലേക്ക് വരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത് 2 കൊരിന്ത്യർ 2-ാം അധ്യായമാണ്. 1-ാം അധ്യായമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്, ധ്യാനിച്ചത്. ഇന്ന് 2-ാം അധ്യായത്തിൽ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ വാചകം ഞാനൊന്ന് വായിക്കുകയാണ് ബൈബിളിൽ നിന്ന്. ദുഃഖം ഉളവാക്കുന്ന മറ്റൊരു സന്ദർശനം വേണ്ട എന്ന് ഞാൻ തീർച്ചയാക്കി. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ചവരെ അല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കുവാനുള്ളത്? ഞാൻ വരുമ്പോൾ എനിക്ക് സന്തോഷം നൽകേണ്ടവർ എന്നെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത്. എൻ്റെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെപ്പറ്റി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. ദുഃഖം ഉളവാക്കുന്ന മറ്റൊരു സന്ദർശനം വേണ്ട എന്ന് പൗലോസ് കരുതിയെന്ന്. മറ്റ് ചില വാചകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്, 1 കൊരിന്ത്യർ 1-ാം ലേഖനം എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ 2-ാം ലേഖനത്തിന് മുമ്പായിട്ട് തന്നെ ഒരു ലേഖനം പൗലോസ് കൊരിന്ത്യർക്കാർക്ക് എഴുതിയിരുന്നു. ദുഃഖം ഉളവാക്കുന്ന ഒരു ലേഖനം. കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരുപക്ഷെ 2-ാം ലേഖനത്തിലെ ചില ഭാഗങ്ങളാണോ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആൾക്കാർക്കുണ്ട്. ഏതായാലും ഒരു കത്ത് എഴുതി. അതിൻ്റെ സൂചന ഇതാണ്: പൗലോസിൻ്റെ അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കി. പൗലോസ് ഇച്ചിരി അധികാരപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ചില സംസാര വിഷയങ്ങളുണ്ടായി. പൗലോസിനെതിരായി ഉള്ള ഒരു പക്ഷം ആൾക്കാർ ഉണർന്നു വന്നു എന്ന് ചുരുക്കം. അപ്പോൾ അതിൽ പൗലോസിൻ്റെ അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ച് പറയുവാനും പൗലോസിനെ തെറ്റായ രീതിയിൽ അവർ മനസ്സിലാക്കിയതിനുള്ള ഒരു ദുഃഖം ഉളവാക്കുവാനും ഒക്കെ ആണ് പൗലോസ് ആ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് അത് ദുഃഖകരമായ ഒരു ലേഖനമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, പൗലോസിൻ്റെ ഹൃദയത്തിൽ വലിയ ദുഃഖമുണ്ടായി. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പ്രസംഗിക്കുകയും ക്രിസ്തുവിനെ പ്രതി സഹിക്കുകയും പീഡ അനുഭവിക്കുകയും കാരാഗ്രഹവാസമൊക്കെയും ചെയ്യുന്ന ഈ പൗലോസിൽ പോലും തെറ്റ് സൂചിപ്പിച്ച് അവൻ തെറ്റുകാരനാണ് എന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ വന്നതുകൊണ്ട് സത്യ ഉപദേശത്തിന് അതൊരു വലിയ എതിർ പ്രവർത്തനമാണല്ലോ. അതുകൊണ്ടാണ് പൗലോസിന് ആ ദുഃഖമുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അന്നേരം വന്ന് കാണാഞ്ഞത്. കൂടുതൽ ദുഃഖം ഉണ്ടാകണ്ടല്ലോ എന്ന് ഞാൻ വന്ന വല്ലതും പറയാതെ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് നിങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്, ഞങ്ങൾ നിങ്ങളെ വന്ന് കാണാഞ്ഞത് എന്ന് പൗലോസ് സൂചിപ്പിക്കുകയാണ്. ഈ ദുഃഖമുണ്ടാകുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 സംഗതികളാണ് അതിന് കാരണമാകുന്നത്. ഒന്നാമത്തെ കാര്യം, അത് പാപികളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയാണ്. സങ്കീർത്തനം 126:5 ഞാനത് വായിക്കുകയാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദാഘോഷത്തോടെ കൊയ്ത് എടുക്കട്ടെ. നമ്മൾ കൊയ്യുന്ന സമയത്ത് നമുക്ക് ആനന്ദമുണ്ടാകും.
കൃഷിക്കാരുടെ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഉപമിച്ചാണ് പൗലോസിലൂടെ പറഞ്ഞിരിക്കുന്നത്. കൊയ്ത്ത് വളരെ നല്ലതാണെങ്കിൽ, ധാരാളം വിളവ് കിട്ടുന്നെങ്കിൽ, നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നെങ്കിൽ എത്ര സന്തോഷമായിരിക്കും. പക്ഷെ വിതയ്ക്കുമ്പോൾ സങ്കടമുണ്ടാകുന്നു, ജോലിയുടെ ഭാരം, പ്രയാസങ്ങൾ. അങ്ങനെ ദുഃഖത്തോടുകൂടി വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്തെടുക്കും. ഇത് കൃഷിയെ സംബന്ധിച്ച് ഉപമിച്ച് പറയുകയാണെങ്കിലും ഉദ്ദേശിക്കുന്നത് സുവിശേഷ വേലയെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ സുവിശേഷം വിതയ്ക്കുകയാണ്. യേശുക്രിസ്തു തന്നെ ഇതിനെ ഒരു വിതയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെ വിതയ്ക്കുമ്പോൾ ഫലം കൊയ്യും. നമ്മൾ വേലക്കാരാണ് അതിൻ്റെ അകത്ത്. ഫലം കൊയ്യാൻ നമ്മൾ പോകുമ്പോൾ കൂടുതൽ ഫലം കിട്ടുന്നുവെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടല്ലോ. ദുഃഖത്തോടുകൂടി, പ്രയാസത്തോടുകൂടി, പീഡാനുഭവത്തോടുകൂടി നമ്മൾ വിതച്ച് വലിയ ഒരു കൊയ്ത്ത് നടത്തുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അപ്പം വിതയ്ക്കുന്ന സമയത്ത് സങ്കടങ്ങളുണ്ടാകും. ജനങ്ങളെ ഓർത്ത, ആളുകളെ ഓർത്താണ്. അവരെ പാപത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ആത്മനിറവിൽ ജീവിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങൾ കൊയ്ത്ത് വരുമ്പോൾ ആനന്ദമായി മാറും. അപ്പം നമ്മുടെ ദുഃഖത്തിൻ്റെ ഒരു കാരണം ഈ പാപികളെ ഓർത്താണ്. ജെറമിയ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 9-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ. ഞാനത് വായിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിലാപക്കാരികൾ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, കൺപോളകൾ കവിഞ്ഞ് ഒഴുകട്ടെ. ഇപ്പോൾ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് ഇതൊക്കെ തന്നെ. ഇപ്പോൾ നമുക്ക് വിലാപം, പക്ഷെ സന്തോഷിക്കും. വിലാപക്കാരികൾ വരട്ടെ, നമ്മുടെ കണ്ണുകൾ നിറയട്ടെ. അപ്പോൾ ഇങ്ങനെ ആനന്ദം പിന്നീട് നമുക്ക് ഉണ്ടാകും. യേശു ജെറുസലേം പട്ടണത്തിലേക്ക് വന്നു. അവിടെ വല്ലതും ഒന്ന് ചുറ്റി നടന്നു, ജെറുസലേം ദേവാലയമൊക്കെ കണ്ടു. എന്നിട്ട് യേശുവിന് സങ്കടമാണ് തോന്നിയത്. യേശു ഒരു വാചകം പറഞ്ഞിരിക്കുന്നു, കർത്താവ് അവിടെ വന്നിരിക്കുന്നു. ആരാണ് യേശു കർത്താവ്? മനുഷ്യരൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യേശു ആരാണ്? നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ് ക്രിസ്തു എന്നൊക്കെ പറയുന്നല്ലോ. യേശു പറയുന്നല്ലോ, ദൈവം മനുഷ്യ രൂപത്തിൽ എൻ്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കാണുന്നവർക്ക് മനസ്സിലാകുന്നില്ല. തച്ചൻ്റെ മകൻ, ഭ്രാന്തൻ, തെറ്റുപഠിപ്പിക്കുന്നവൻ, ശാബതത്തെ ലംഘിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ, അവർക്കത് മനസ്സിലാകുന്നില്ലല്ലോ. അവരുടെ കണ്ണ് കുരുടായിരിക്കുന്നല്ലോ, ഹൃദയം കഠിനമായിരിക്കുന്നല്ലോ. കർത്താവ് ജെറുസലേമിൽ വന്നപ്പോൾ കർത്താവിന് മനസ്സിലായി. അവർക്കത് മനസ്സിലായിട്ടില്ല. സമാധാനത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സമാധാനത്തിനുള്ള മാർഗങ്ങൾ കർത്താവ് പറയുകയാണ്, ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. കർത്താവ് അവിടെ വന്നിരിക്കുന്നു, ആർക്കും അറിയത്തില്ല. ഈ ദിവസമെങ്കിലും ഈ സമാധാനത്തിലുള്ള സംഗതി നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അയ്യോ, ഇതുപോലെ മനസ്സിലാക്കാൻ ഒക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്നാണ്. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മുന്നേ വന്ന് നിൽക്കുക, പക്ഷെ മനസ്സിലാകുന്നില്ല. അതാണ് അതിൻ്റെ സംഗതി. സ്നേഹത്തോടുകൂടി ഉള്ളൊരു കണ്ണുനീരാണെന്നാണ് പൗലോസ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കണ്ണുനീർ അവർക്ക് വേണ്ടി ഒഴുക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് തന്നെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ, സർവോത്കൃഷ്ടം, അതിൽ പരമായിട്ടൊന്നുമില്ല. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് ഒരർത്ഥവുമില്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഈ ചിലയ്ക്കുന്നത് വെറും ഒരു ചിലയ്ക്കൽ മാത്രമാണ്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ
ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. സ്നേഹമില്ലെങ്കിൽ ഈ പ്രവർത്തിക്ക് യാതൊരു പ്രയോജനവുമില്ല. അതാണ് പൗലോസ് പറയുന്നത്. നമ്മൾ പാപികൾക്ക് വേണ്ടി കരയണം എന്ന്. പൗലോസ് കണ്ണുനീരൊഴുക്കുന്നതും അതിനാണ്. അവർക്ക് വേണ്ടി നമ്മൾ കരയണം, ഒരു മാനസാന്തരത്തിന് വേണ്ടി. പ്രസംഗിക്കുന്നു, ഫലം പുറപ്പെടുവിക്കണ്ടേ? നമ്മൾ വിതച്ചാൽ ഫലം പുറപ്പെടുവിക്കുന്നത് ആരാണ്? ദൈവമാണ്. കർത്താവേ, ഈ വിതച്ച വിത്തുകൾ വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നീ കൃപ ചൊരിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഫേസോസിൽ പൗലോസ് വളരെയധികം വർഷം പ്രവർത്തിച്ച ആളാണ്. ഒരു വിട പറയൽ സന്ദേശത്തിൽ എഫേസോസിലെ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി പൗലോസ് ഒരു വാചകം പറയുകയാണ്, ഒരു പ്രസംഗമായിട്ട് നടത്തുകയാണ്. അതിൻ്റെ അകത്തൊരു വാചകം ഞാൻ വായിക്കാം. നിങ്ങൾ ജാഗ്രതയുള്ളവർ ആയിരിക്കുവീൻ, 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവീൻ. ഞാൻ കണ്ണുനീരോടുകൂടിയ രാപ്പകൽ, ഒരു ദിവസമല്ല 3 വർഷക്കാലം നിങ്ങളെ ഉപദേശിച്ചത് എന്ന് ഓർക്കുവീൻ. ഉപദേശിക്കുന്ന ഈ ആളിന് കണ്ണുനീര്. എന്തുകൊണ്ട്? അവരെ ഓർത്ത് കരയുകയാണ്, നന്നായി വരണമേ എന്നുള്ള ആഗ്രഹം. കണ്ണുനീരിന് വേറെ ചില കാരണങ്ങൾ കാണാം. നിരാശയുള്ള ഉണ്ടാകുന്നവർക്ക്, മറ്റു വിധത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാകുന്നവർക്കൊക്കെയും നിരാശ വന്നാലും ഈ സങ്കടം വന്നാലും കണ്ണുനീരിങ്ങനെ വരാം. സങ്കീർത്തനം 39:12, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ കരയും. അല്ല, അങ്ങനെ കരയണം. അങ്ങനെ കരഞ്ഞുള്ള പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരമരുളും. കരഞ്ഞ് പ്രാർത്ഥിക്ക്. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടത്തില്ലെന്ന് സംശയിച്ച് നിൽക്കും. നിങ്ങളുടെ ആ ഭാരം കർത്താവിലേക്ക് ഇറക്കി, അവൻ്റെ ഭാരം, നമ്മുടെ ഭാരം അവൻ്റെ മേലങ്ങോട്ട് വെച്ചുകൊണ്ട് കരഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് കിട്ടാതെ വരത്തില്ലെന്ന് തന്നെയല്ല, എത്രയും വേഗം കിട്ടും. ചുമ്മാ അത് വെറുതെ പറയുന്നതല്ല, അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. മഗ്ദലനക്കാരി മറിയം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നപ്പോൾ ഉയർപ്പ് ദിവസം യേശു പ്രത്യക്ഷപ്പെട്ടു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള യേശു പെട്ടെന്ന് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട മറിയമെന്ന് വിളിച്ചു, പ്രത്യക്ഷീകരിച്ചു. ലാസറിൻ്റെ കല്ലറയിൽ യേശു കരഞ്ഞു, അവരും കരഞ്ഞു. അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് യേശു കൂടെ കരഞ്ഞു. യേശു ലാസറിനെ ഉയർപ്പിച്ചു. വലിയ വലിയ മഹത്തരമായ അത്ഭുതമാണ് പ്രവർത്തിക്കുന്നത്. വീണ്ടും ജീവൻ കൊടുക്കുന്നു, കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. എന്തുകൊണ്ട്? സഹോദരികൾ കരഞ്ഞു. കരഞ്ഞെന്ന് പ്രാർത്ഥിക്ക്, കിട്ടും, വേഗം കിട്ടും എന്ന് നമ്മൾ ഓർക്കണം. 5-ാമത്തെ വാചകം മുതൽ 5, 6, 7 വേറെ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് പൗലോസ് സൂചിപ്പിക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ, അവിടെ ഒരു തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ, ആ തെറ്റ് ചെയ്ത മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ശിക്ഷ, പരസ്യമായ രീതിയിൽ ഒരു ശിക്ഷ കൊടുത്തു. ആ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി. പിന്നീട് അദ്ദേഹം അനുതപിച്ചു, തിരിച്ച് എടുത്തു. സഭ മൊത്തമായിട്ടാണ് ആ തീരുമാനത്തിലെത്തിയത്. അങ്ങനെ എടുത്തു. അപൂർവം ചില ആൾക്കാർക്ക് ആ ശിക്ഷ പോരാ, കുറച്ചുകൂടെ ശിക്ഷ കൊടുക്കണം എന്ന് ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് അവർ ചിന്തിച്ചു. പൗലോസ് അവരോട് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ശിക്ഷിക്കുകയല്ല. പാപം ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കും. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. വിധിക്കുന്നത്, ശിക്ഷ കൊടുക്കുന്നത് ദൈവമാണ്. നമ്മളെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ശിക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അല്പമെങ്കിലും അവനെ ശാസിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ,
അതൊരു മെഡിസിനൽ പർപ്പസാണ്. നമ്മൾ അവനൊന്ന് നന്നാകാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തെറ്റിൻ്റെ പൂർണ്ണമായ ശിക്ഷ നമ്മൾ കൊടുക്കുകയല്ല. നന്നായി വരണം ആഗ്രഹം, നന്നായിക്കാൻ ഒരു ചെറിയ ഒരു അടി, അത് കഴിഞ്ഞാൽ അത് തീർന്നു. ഒരു ഔഷധപരമായ കാര്യം മാത്രമാണ്. അപ്പോൾ അവൻ അനുഭവിച്ചല്ലോ, തിരിച്ചെടുത്തു, അത്ര മാത്രം. പിന്നീട് നമുക്കൊരു കാര്യം കൂടെ ആ വാക്യത്തിൽ, 6-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ആരാണ് ക്ഷമിക്കുന്നത്? നമ്മൾ, സഭ ഒന്നിച്ച്, ഒരു വ്യക്തിയായിട്ടല്ല, സഭ മുഴുവനുമായിട്ടാണ് അവനോട് ക്ഷമിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് ഒരു വാചകം പറയുന്നു. ഈ കത്തിൽ തന്നെ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ, കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാൻ അല്ല. പൗലോസിന് അധികാരമുണ്ടല്ലോ. അപ്പസ്തോലൻ എന്നുള്ള നിലയിൽ, അവിടുത്തെ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ പൗലോസിന് അവരുടെ മേൽ അധികാരമുണ്ട്. പക്ഷേ പൗലോസ് ഒരു കാര്യം പറയുന്നു, അത് നമ്മളെല്ലാവരും, അധികാരത്തിലിരിക്കുന്ന എല്ലാവരും പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് അധികാരത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു വലിയ തത്വമാണ്. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. അടിയിടിയും ശിക്ഷയൊക്കെ കൊടുത്ത് ഇല്ലാതാക്കാനല്ല, വളർത്തി എടുക്കാനാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സഭയുടെ മേലധികാരികൾ, സഭയിലെ വിശ്വാസികൾ തെറ്റ് ചെയ്താൽ പറഞ്ഞു വിട്ട് അടിച്ച് ഓടിച്ച് സഭയിൽ നിന്ന് പുറത്താക്കാനെന്നല്ല പറയുന്നത്. അവനെ വളർത്തിയെടുക്കണം. അവൻ്റെ തെറ്റിനെ ക്ഷമിച്ച് അവനെ ഉപദേശങ്ങൾ കൊടുത്ത്, ചെറിയ ശാസനകൾ കൊടുത്ത്, വീണ്ടും ഈ സഭയ്ക്കുള്ളിലാക്കി, വെറുതെ നമ്പറിന് വേണ്ടിയല്ല, ശരിയായ വിശ്വാസിയാക്കി ആത്മീയമായി അവനെ വളർത്തി നന്നാക്കിയെടുക്കണം. നശിപ്പിക്കുക എന്നുള്ളതല്ല അധികാരികളുടെ ജോലി, വളർത്തിയെടുക്കുകയാണ് എന്ന് പ്രത്യേകം ഓർത്തോണം. പൗലോസ് ഒരു കാര്യം കൂടെ പറയുന്നു. 8-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതൊരു സംഭവം, ഒരു പ്രത്യേക ആളിനെക്കുറിച്ചാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 5-ാം വാചകത്തിൽ ഈ സൂചനയുണ്ട്. ആ ആളിൻ്റെ കാര്യമാണ് എഴുതുന്നത്. ഇവിടെ പറയുന്നത് അവനെ തിരിച്ചെടുത്തു നല്ലത് തന്നെ പോരാ, അവന് സ്നേഹത്തിൻ്റെ ഉറപ്പ് കൊടുക്കണം. എടുത്തു, ക്ഷമിച്ചു എന്നൊക്കെ അവന് തോന്നിയ അന്നങ്ങ് പറഞ്ഞാൽ പോരാ, അവന് നല്ല ബോധ്യം വരത്തക്കവണ്ണം ഒരു ഉറപ്പ് കൊടുക്കണം. ഉറപ്പ് കൊടുക്കുക എന്നുള്ള ഈ വാക്ക് ഒരു പ്രത്യേക അർത്ഥമാണ്. ഇതേ വാക്ക് പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം കൂടി എഴുതിയിട്ടുള്ളൂ. അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യമാണ്. അതിൻ്റെ ഗ്രീക്ക് വാക്ക് കുറേവോ എന്നാണ്. ആ വാക്കിൻ്റെ പദാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രമാണം കൊടുക്കുക. അവസ്ഥ എഴുതുമ്പോൾ പ്രമാണം കൊടുക്കുക എന്നാണല്ലോ. ഉറപ്പ് വരുത്തുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇവിടെയും ഗലാത്യ ലേഖനത്തിലും കുറേവോ എന്ന് പറഞ്ഞാൽ പ്രമാണം കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവനെ ഒരു പരസ്യമായ വേദിയിൽ അവനെ തിരിച്ചെടുത്തതായിട്ടും അവന് സ്നേഹം, നമ്മുടെ സ്നേഹം അവനോടുണ്ടെന്നും വ്യക്തമാക്കി അവന് മനസ്സിലാക്കത്തക്കവണ്ണം, ഉറപ്പ് കൊടുക്കത്തക്കവണ്ണം അവനോട് ഒരു പരസ്യമായ രീതിയിൽ അഭിനന്ദനം കൊടുക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ശിക്ഷിക്കണമെന്നല്ല, പിന്നെയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളർത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ലക്ഷ്യം. സഹതാപം നമ്മൾ കാണിക്കണം. സഹതാപം കാണിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം കർത്താവ് നമ്മളോട് സഹതാപം കാണിക്കുന്നു.
ഹെബ്രായ ലേഖനം 13:3 പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്കും ഒരു ശരീരം ഉള്ളതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് കരുണ കാണിക്കുവിൻ. നമ്മൾ കരുണ കാണിക്കണം. അവർക്ക് പീഡനങ്ങൾ ഉണ്ടാകുന്നു. പീഡനങ്ങൾ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടാകാം. ഈ ശരീരത്തിൽ അവർ പീഡ സഹിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമുക്കും സംഭവിക്കാം. നമുക്കും ശരീരമുണ്ടല്ലോ, നമ്മളും ശരീരത്തിലാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്കുണ്ടാകുന്ന പീഡകൾ നമുക്കും ഉണ്ടാകത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അവരുടെ ആ പീഡകളിൽ നാം അവരോടൊപ്പം സഹതപിക്കണം. നമുക്കും ശരീരമുണ്ട്, നമ്മൾ ഈ അവസ്ഥയിലൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഏതാണ്ട് പ്രത്യേകം ഒരു രീതിയിൽ വേറെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ള പ്രത്യേക ഒരു വലിയ ആൾക്കാരാണ് എന്നൊന്നും വിചാരിക്കരുത്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്കും ശരീരവും മനസ്സും ഒക്കെ ഉള്ളത്. അവർ പീഡ സഹിക്കുന്നെങ്കിൽ അതേപോലെ നമുക്കും പീഡിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പീഡ സഹിക്കുന്നവരോട് ഒരു പരിഗണന നമുക്ക് ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ മനോഭാവം നോക്കുക. സങ്കീർത്തനം 78, 38, 39 വാക്യങ്ങൾ. കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അവിടുന്ന് അനുവദിച്ചില്ല. അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ പോകുന്ന കാറ്റാണെന്നും അവൻ അനുസ്മരിച്ചു. നമ്മളൊരു ജഡം മാത്രമാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയവരല്ലേ. പിടിച്ചു നിൽക്കാൻ എപ്പോഴും നമുക്ക് ശക്തിയില്ല. നമ്മളൊരു കാറ്റ് പോലെ അങ്ങോട്ടങ്ങ് അടിച്ചു, എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ പോകും നമ്മൾ. എത്ര വയസ്സ് നമ്മളിവിടെ ഇരിക്കും എന്ന് നമുക്കറിയത്തില്ലല്ലോ. 100, 121 വയസ്സിലൊക്കെ ജീവിച്ച ചില ആൾക്കാരിപ്പം മരിക്കുന്നതായിട്ട് കേൾക്കുന്നു. 60 വയസ്സാകുമ്പോൾ തന്നെ പലരും മരിക്കുന്നു. എപ്പോഴാണ് നമ്മളെ അങ്ങ് വിളിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. വെറും ഒരു ജഡം, ഒരു കാറ്റ് അടിച്ചങ്ങ് പോകുക. എവിടെ പോയി എങ്ങനെ വന്നു ഒന്നും നമുക്കറിയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവരോട് നമുക്ക് സഹതാപം ഉണ്ടായിരിക്കണം. ആ സഹതാപമാണ് നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ലാസറിൻ്റെ കല്ലറയെങ്കിൽ യേശു പൊഴിച്ചത് ആ കണ്ണുനീര് സഹതാപത്തിൻ്റെ കണ്ണുനീരാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നവർ, ജ്ഞാനം തന്നെയായ യേശു ക്രിസ്തു ഇവിടെ നിന്ന് കരയുകയാണ്. എന്തിന്? നമ്മളോടൊരു സഹതാപം. ആ സഹതാപം യേശുവിൻ്റെ സ്വഭാവമാണെങ്കിൽ അത് നമുക്കും ഉണ്ടാകണം. നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം എന്നല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത്. ശിഷ്യൻ, നിങ്ങൾക്ക് എന്നെപ്പോലെ ആകാൻ ഒക്കത്തില്ല, മാക്സിമം ആയാൽ എന്നെപ്പോലെ ഏതായാലും അതാകണം. അതാണല്ലോ എൻ്റെ പരിപൂർണത. അതാകാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. ക്രിസ്തുവിനോട് ഒപ്പം നമ്മൾ ആയിത്തീരുവാൻ മാക്സിമം. ഒരു പാട്ടിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട്, കർത്താവേ നിന്നെപ്പോലെ ആകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു. ഇതെല്ലാം ഈ ആഗ്രഹം മുൻനിർത്തിയാണെന്ന് നമ്മൾ ഓർക്കണം. 10, 11 വാക്യങ്ങൾ. നിങ്ങൾ ക്ഷമിക്കുന്നവരോടെ ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. 11 വാക്യം. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ആരാണ് ക്ഷമിച്ചത്? സഭ മുഴുവനുമായിട്ടാണ്, ഒരു വ്യക്തിയല്ല. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഇത് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പിന്നത്തെ വാചകത്തിൽ 11ാമത്തെ വാചകത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് അറിയില്ലാതില്ലല്ലോ, അറിയാമല്ലോ. അത് സൂചിപ്പിക്കാൻ കാരണം, നമ്മൾ ഒരാൾ ശിക്ഷിച്ചാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവൻ ദുഃഖത്തിൻ്റെ അഗാധ തലത്തിലേക്ക് പോയാൽ, തിരിച്ചു വരാൻ വയ്യാത്ത പോലെ ആയിപ്പോയാൽ അവൻ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. അത് വരാൻ പാടില്ല.
അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പിശാചിന് 10 തന്ത്രങ്ങളുണ്ട്. അതിലൊരു തന്ത്രമാണ് ദുഃഖത്തിലങ്ങാക്കി, പിന്നീട് രക്ഷയില്ല എന്നുള്ള രീതിയിൽ അവനെ ആക്കി തിരിച്ചു വരാതെ അവൻ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഒത്തിരി ആത്മഹത്യകളൊക്കെ ഇപ്പോൾ വാർത്തകളിൽ കൂടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? ഇനിയും എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ തന്നെ ജീവൻ അങ്ങ് ഇല്ലാതാക്കിയേക്കാമെന്ന് വിചാരിച്ച് അവരങ്ങനെ അങ്ങ് ചെയ്യുക പാടില്ല. ശരിയായിട്ട് ആലോചിച്ച് നോക്കിക്കേ, ആത്മഹത്യയ്ക്ക് വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ജീവിച്ചാൽ ധാരാളം മതിയായിരുന്നു. പക്ഷെ അവൻ്റെ ബുദ്ധി മന്ദീഭവിച്ചു പോകുന്നു, സങ്കടത്തിൻ്റെ അഗാധതയിലേക്ക് അവൻ വീണു പോകുന്നു. അങ്ങനെയുള്ളവരെ നമ്മൾ കൈകൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ അങ്ങനെ വീണു പോകാനിടയാകരുത്. ഒരു ചൊല്ലിങ്ങനുണ്ട്, ഈ കുട്ടികളെ നമ്മൾ അടിക്കണം, കുഞ്ഞുങ്ങളെ അടിച്ച് വളർത്തണം. ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്. നേരെയാകാൻ വേണ്ടിയാണ്, ശിക്ഷ എന്നുള്ളതിലല്ല, നേരെയാകാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണമെന്നാണ് പറഞ്ഞിരിക്കുന്ന ചൊല്ലിൽ, വടിയുടെ കൂടെ ഒരു ആപ്പിളൂടെ കരുതി വെച്ചേക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ, ഈ കുട്ടി എപ്പോഴും തിന്മ ചെയ്യുമല്ലോ. നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ, അഭിനന്ദിക്കാൻ, അന്നേരം അവന് സമ്മാനമായിട്ട് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റായിട്ട് ഒരു ആപ്പിളൂടെ അവിടെ എടുത്ത് വെച്ചേക്കണം. എടാ മോനെ കൊള്ളാം, നീ ഇങ്ങനെ ചെയ്തല്ലോ, ദാ നിനക്കിരിക്കട്ടെ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇത് നമ്മൾ ഓർക്കണം. വളർത്തിയെടുക്കുകയാണ്, നശിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ ഓർക്കണം. സാത്താൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ സാത്താൻ വലിയ കൗശലക്കാരനാണ്. ഒത്തിരി തന്ത്രങ്ങൾ ഉണ്ട്, പല വേലകൾ കാണിക്കും. ഞാൻ അതിൻ്റെ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പോയിൻ്റായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഒന്ന്, പാപികൾ എല്ലാം അവൻ്റെ അധീനതയിലാണ്. അടിമത്തമായി പാപം ചെയ്ത് ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു അടിമത്തമാണ്. അടിമത്തത്തിൽ ആയിരിക്കുകയാണ്. പാപികളെല്ലാം ഈ സാത്താൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് യേശുവിനോട് ഈ സാത്താൻ പറഞ്ഞത്, ഇതല്ലേ എൻ്റേതാ, ഞാനങ്ങ് വിട്ടു തന്നേക്കാം, നീ എന്നെ മുമ്പിലൊന്ന് വീണ് ആരാധിച്ചാൽ മതിയെന്ന്. അപ്പം അവൻ്റെ കയ്യിലാണെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ വേറൊരു സംഗതി, അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു, വിശുദ്ധരോട് പോരാടുന്നു, വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആൾക്കാരിപ്പോൾ തെറ്റിപ്പോകാനുള്ള കാരണം, ഇതാ മറ്റിടത്തൊരു അത്ഭുതം നടന്നിരിക്കുന്നു, ഒരടയാളം നടന്നിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ അത് തെറ്റാണെന്ന് പറയാൻ ആൾക്കാർക്ക് സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം എന്താണ്? അത് കുറേ അടയാളം കാണിച്ചെന്ന്, അത്ഭുതം കാണിച്ചെന്ന്. അത്ഭുതം കാണിച്ച് സത്യവിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് മാറ്റാനാണ് ഈ സാത്താൻ്റെ തന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അനുസരണക്കേടിന് നമ്മളെ പ്രേരിപ്പിക്കും. ഉൽപ്പത്തി മുതൽ നമുക്കറിയാം. കഴിക്കണ്ടെന്ന് പറഞ്ഞു, കഴിച്ചിക്ക്, അയ്യോ ഒരു കുഴപ്പമില്ല. അനുസരണക്കേടിനെ പ്രേരിപ്പിക്കും, വിശുദ്ധരെ അപവദിക്കുന്നു, രോഗങ്ങൾ വരുത്തുന്നു, നീതിമാന്മാരെ എതിർക്കുന്നു, ക്രിസ്തുവിനെ പോലും പരീക്ഷിച്ചു, നല്ല വിത്ത് എടുത്തുകൊണ്ടങ്ങ് പോകുന്നു. വിതച്ചത് നല്ല വിത്താണ്, പക്ഷെ ആ നല്ലതങ്ങ് എടുത്തുകൊണ്ട് പോകും. കളകൾ വിതയ്ക്കുന്നു, ദേഹത്തെയും ദേഹിയെയും ചീത്തയാക്കുന്നു, ഫോഷ്ക്ക് പറയുന്നു. യോഹന്നാൻ സുവിശേഷം 8:14 പാപത്തിന് പ്രേരിപ്പിക്കുന്നു, മനുഷ്യരെ വിഴുങ്ങാൻ വേണ്ടി അലറിക്കൊണ്ട് നടക്കുന്നു. പത്രോസ് പറഞ്ഞിരിക്കുകയാണ്, 1 പത്രോസ് 5:8 അവനൊരു വഞ്ചകനാണ്. തിന്നരുതെന്നൊക്കെ പറഞ്ഞാൽ തിന്നുന്നതെന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആദ്യത്തെ ഹവായും പറ്റിച്ച് കളഞ്ഞു. തിരുവെഴുത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ബൈബിളിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കണം. തെറ്റായ വ്യാഖ്യാനം നടത്തി വേറെ ചില രീതിയിലൊക്കെ ഇതാ എൻ്റെ കറക്റ്റ്
എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ പിശാചിൻ്റെ വേല അതാണ്. വെളിച്ചമുള്ള ദൂതൻ്റെ വേഷം ധരിക്കുന്നു. 2 കൊരിന്ത്യർ 11:14. എനിക്കൊരു പ്രത്യക്ഷത ഉണ്ടായി, ദർശനം ഉണ്ടായെന്നൊക്കെ ചിലർ പറയും. രാത്രി കിടന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യക്ഷത ഉണ്ടായി, ഒരു വെളിച്ച ദൂതൻ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു. വിശ്വാസത്തിനെതിരായ ഒരു കാര്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ മനസ്സിലാക്കണം ഇത് കള്ള സാത്താനാണ് എന്ന് മനസ്സിലാക്കണം. വിളിച്ച ദൂതനെ പോലെ വേഷം ധരിച്ചെങ്കിൽ വരും, ഒരു ദൂത് തരും, ഒരു ദർശനം തരും. അയ്യോ, ദൈവം തന്ന അയച്ചതല്ലേ, ബൈബിളിൽ ഇല്ലെങ്കിലും അത് ദൈവം തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യാനിടയാകും. അത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെതിരായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊരു ആത്മീയ സമരമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ ജീവിതം ഒരു സമരമാണ്. ഈ സമരത്തിൽ നമ്മൾ ജയിച്ച് അങ്ങോട്ട് ചെല്ലണം. ദൂതന്മാരെ മാലാഖമാരെ സൃഷ്ടിച്ച സ്വർഗത്തിലങ്ങ് സൃഷ്ടിച്ചതാണ്. മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. നമ്മളൊരു സമരം ചെയ്ത് ജയിച്ച് വേണം അങ്ങോട്ട് ചെല്ലാൻ. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ആത്മീയ സമരം എന്ന് നമുക്കതിനെ പറയാം. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 11, 14, 15, 16, 17 വാക്യങ്ങളിലൊക്കെ പൗലോസ് അത് വിശദീകരിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം ഞാൻ അത് വായിക്കാം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവീൻ, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ, സത്യം കൊണ്ട് അരമുറുക്കി നിങ്ങളുടെ നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിയുവീൻ, വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവീൻ, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവീൻ. തിരിച്ച് വെട്ടാൻ ഒറ്റ ആയുധമേ തന്നിട്ടുള്ളൂ, അത് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വചനമാണ് നമ്മുടെ വാൾ, പിശാചിനെ വെട്ടുവാൻ. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയണം. ഇങ്ങനെ ചെയ്യുക നല്ലതാ, ഇപ്പം അനുഗ്രഹം ഇങ്ങ് വരുമെന്നൊക്കെ ചിലർ പറഞ്ഞു തരും. അങ്ങനെയൊന്നും പേടിക്കണ്ട. വചനം എന്ത് പറയുന്നു ഇതാണ് നോക്കേണ്ടത്. അതാണ് ആത്മാവിൻ്റെ വാൾ. യേശു അങ്ങനെയല്ലേ പരീക്ഷകളിൽ പിശാചിനെ തോൽപ്പിക്കുന്നത്? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. വചനമാണ് ആത്മാവിൻ്റെ വാൾ. കയ്യിൽ പിടിച്ചോണം. ഈ വചനവുമായിട്ട് അത്രമാത്രം ടച്ച് ഉണ്ടാകണം. യഥാർത്ഥത്തിൽ വചനമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ നമുക്ക് മനസ്സിലാകും. വചനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു ഒക്കെ. ആ വചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. ഒരു പിശാചും നമ്മളെ തോൽപ്പിക്കത്തില്ല. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരും. വചനമായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട വാൾ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. 12-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായിട്ട് ഒരു വാതിൽ തുറക്കപ്പെട്ടു. ത്രോവാസിൽ ചെന്നപ്പോൾ എനിക്കൊരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ വാതിൽ തുറക്കുക പൗലോസിൻ്റെ പ്രത്യേക പ്രയോഗമാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ള വാതിൽ തുറന്നു കിട്ടിയെന്ന, അതിൻ്റെ ഒരു അവസരം തുറന്നു കിട്ടിയെന്ന, അങ്ങനെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 19-ലും അപ്പോസ്തല പ്രവൃത്തികൾ 14-27-ലും പൗലോസ് തന്നെ ഈ വാചകം എഴുതിയിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനൊരു പ്രത്യേക വാചകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാണല്ലോ. വെളിപാട് 3:8 ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ ഇങ്ങനെ എഴുതുക: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു, സുവിശേഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. പിന്നെ പ്രത്യേകം നമ്മൾ ഓർക്കണം, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് പ്രധാന സംഗതി. കാര്യം സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷയെ സംബന്ധിച്ച് ഈ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മറ്റ് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യണം, അതിന് പ്രതിഫലം നമുക്ക് കിട്ടും. പക്ഷേ രക്ഷയ്ക്ക് അത്യാവശ്യം ഈ പ്രസംഗം സുവിശേഷ പ്രസംഗമാണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ത്രോവാസിലെ പൗലോസ് പോയല്ലോ. ത്രോവാസിൽ നിന്ന് പിന്നീട് പോയത് മക്കദോനിയയിലേക്കാണ്. ത്രോവാസിൽ വെച്ച് പൗലോസ് അവിടെ ചെന്നപ്പോൾ ഈ തീത്തോസിനെ കണ്ടില്ല. അതുകൊണ്ടൊരു വിഷമം ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ മക്കദോനിയയിൽ ചെന്നപ്പോൾ പൗലോസിൻ്റെ അടുത്തേക്ക് തീത്തോസ് എത്തുകയും ചെയ്തു. അതുകൊണ്ട് ഹൃദയത്തിൽ ആശ്വാസം ഉണ്ടായെന്നും
പൗലോസ് എഴുതിയിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് ആശ്വാസം, സന്തോഷം പകരുന്നതായിരിക്കണം. നമ്മൾ ചെന്നു എന്നുള്ളത്, അവരുടെ മുമ്പിൽ എത്തി എന്നുള്ളത്, അവരുടെ അടുത്തിരിക്കുന്നു എന്നുള്ളത്, സാന്നിധ്യം അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കണം, ആശ്വാസത്തെ പകരുന്നതായിരിക്കണം. പലർക്കും അങ്ങനെ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യം, നമ്മൾ ഒരാളെ പോയി കാണുന്നത് എന്തിനാ? രോഗിയായിരിക്കുന്ന ആളിനെ കാണുമ്പോൾ നമ്മൾ ചെന്നല്ലോ എന്നൊരു സന്തോഷം. അല്ലാതെ തന്നെ എത്രയോ പേർക്ക് പ്രായമുള്ള പലരും വേറൊരാൾ ചെന്ന് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യണം. തീത്തോസ് എന്ന് പറയുന്നത്, തീത്തോസിൻ്റെ പേരിൽ പൗലോസ് ലേഖനം എഴുതിയിട്ടുണ്ട്. ഒരു അധ്യായം ഉള്ളെങ്കിലും അത് ബൈബിളിലെ ഒരു പുസ്തകമാണെന്ന് വിചാരിക്കണം. സഹപ്രവർത്തകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രേത്തയിലെ ചുമതലയുള്ള ആളായിരുന്നു. സഹപ്രവർത്തകനാണ്. പൗലോസ് ആ തീത്തോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 1 അധ്യായം 4 വാക്യം, എൻ്റെ പുത്രൻ. അത്രമാത്രം അടുപ്പമാണ്. അപ്പോൾ എൻ്റെ പുത്രൻ എന്നെഴുതിയിരിക്കുകയാണ്. ആശ്വാസം കൊടുക്കുന്ന ആൾ. അവിടുത്തെ കൊറിന്തോസിലെ വിവരങ്ങളൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തു. അതാണ് ഒരു പ്രധാന സംഗതി. അപ്പോൾ നമ്മളും നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായിരിക്കണം. ത്രോവാസിൽ നിന്ന് പൗലോസ് പോയത് മക്കദോനിയയിലേക്കാണ്. അതിനൊരു ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ സന്ദർശനത്തെക്കുറിച്ച്, ത്രോവാസിലായിരുന്നപ്പോൾ രാത്രിയിൽ അവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഒരു ദർശനം പൗലോസിനുണ്ടാകുന്നു. മക്കദോനിയക്കാരനായ ഒരാളെ പോലെ ഒരാൾ വന്ന് മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി മക്കദോനിയയിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുകയാണെന്ന്. മക്കദോനിയ എന്ന് പറയുന്ന ഗ്രീസിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റാണ്, ഒരു സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. അവിടെ ഉള്ള ഭാഗത്തേക്ക് പോകാനായിട്ട് പൗലോസ് ത്രോവാസ് വിട്ട് മക്കദോനിയയിൽ പോയി. മക്കദോനിയയിൽ വെച്ചാണ് തീത്തോസിനെ രണ്ടാമത് കാണാനിടയായത്. മനസ്സിൽ സന്തോഷം ഉണ്ടായതൊക്കെ അന്നേരമാണ്. 14 വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിനും ക്രിസ്തുവിൻ്റെ പരിമളമാണ്. അതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. നമുക്ക് ചില ജ്ഞാനം ഉണ്ടായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ഇവിടെ ഒരു പരിമളം പരത്തുന്ന കാര്യത്തെക്കുറിച്ച്, അത് റോമിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ്, ആഘോഷത്തിൻ്റെ വിവരണമാണ് ചുരുക്കി പൗലോസ് എഴുതിയിരിക്കുകയാണ്. സംഗതി ഇതാണ്: ഒരു സർവ്വസൈന്യാധിപൻ യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോൾ രാജാവിൻ്റെ ഒരു വലിയ വരവേൽപ്പുണ്ട്. അപ്പോൾ അവർ 4 കുതിരകളെ കെട്ടിയ രഥത്തിലിരുന്ന് വെള്ളി കൊണ്ടുള്ള ഒരു ദണ്ട് കയ്യിൽ പിടിച്ച് ധൂമർ വസ്ത്രധിരയായിട്ടിരുന്ന് ഇങ്ങനെ സഞ്ചരിക്കും. മുന്നിൽ പുരോഹിതന്മാർ, സംഗീതക്കാരൊക്കെ കാണും. പുരോഹിതന് കുന്തിരിക്കം ഈ ധൂപകലശിലിട്ട് വീശും. നല്ല സുഗന്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. പുറയിൽ ഈ തടവുകാരെ, ശത്രു രാജ്യത്തിൽ നിന്ന് പിടിച്ച തടവുകാർ പുറയിൽ വരും, അകമ്പടി സേവിക്കും. അവരെ അല്പസമയം കൊണ്ട് കഴിയുമ്പോൾ അവരെ വധിക്കാനാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂചന, പുരോഹിതന്മാർ ധൂപകലശത്തിൽ സുഗന്ധദ്രവ്യങ്ങളിട്ട് ഇങ്ങനെ വീശുമ്പോൾ പരിമളം ഉണ്ടാകും. ആർക്കാണ് പരിമളം? പുറയിലിരിക്കുന്ന യുദ്ധത്തടവുകാർക്കല്ലല്ലോ. ഈ പരിമളം ഇവിടെ ഉണ്ടായാലും യുദ്ധത്തടവുകാരൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ കൊല്ലപ്പെടാനുള്ളവരാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കും മറ്റവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കും സുഗന്ധവാസന സൂചിപ്പിക്കുന്നത്, ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത്, അത് കമ്പയർ ചെയ്ത് ഉപമിച്ച് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ചാണ്. ക്രിസ്തു രാജാതിരാജാവായിട്ട് വരും. അപ്പോൾ ഈ സുവിശേഷം കേട്ട് അത് അംഗീകരിച്ചവർക്ക് അത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സുഗന്ധമായി മാറും. പുറകെ വരുന്ന ശത്രുരാജ്യത്തിലെ തടവുകാർക്കോ അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഒരു മണം മാത്രമാണ്. ഇവിടെ പരിമളം, പക്ഷേ അവർക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സുവിശേഷം സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഃഖകരമായ തെറ്റിൽ മോശമായതിലേക്ക് ഉള്ള ഒരു നീക്കമാണ് അത് എന്ന് മനസ്സിലാക്കണം എന്ന് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്.
ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം നമ്മൾ ഓർത്തോണം. ആരാണ് ഇത് ശരിയായിട്ട് ചെയ്യുന്നത്? ശരിയായിട്ട് ചെയ്യുന്നവർ എല്ലാം സത്യമായിട്ട് പറയുന്നവരാണ്. അടുത്ത വാചകത്തിൽ 16-ാം വാചകത്തിലാണ് ഇത് ആർക്കാണ് ചെയ്യാൻ കഴിയുന്നത്. അതിന് ഉത്തരമാണ് 17-ാം വാചകം. സത്യം മാത്രം പറയുക. ഈ ദൈവവചനത്തിൽ മായം ചേർത്ത് പറയാൻ പാടില്ല. പൗലോസ് പറയുന്നത് ഞാൻ മായം ചേർത്ത് പറയാറില്ല. അപ്പോൾ ഇപ്പോൾ അത് അവിടെ ഉദ്ധരിക്കാൻ കാരണം കൊറിന്ത്യ സഭയിൽ വ്യാജ പ്രാസംഗികർ കടന്നുകൂടി തെറ്റായി പലതും പഠിപ്പിച്ച് കാണും. അതുകൊണ്ടാണ് അത് എംഫസൈസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം. ഞാൻ മായം ചേർത്ത് പറയാറില്ല. മായം ചേർത്ത് പറയുന്നത് വലിയ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെളിപാട് പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കാം. 22-ാം അധ്യായം 18-19. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും. 19-ാം വാചകം. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഒന്നും കൂട്ടിച്ചേർക്കേമരുത്, ഒന്നും എടുത്തു കളയരുത് എന്ന് പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിരിക്കുക. ഇത് മാത്രമല്ല, പലയിടത്തും ഇത് എഴുതിയിട്ടുണ്ട്. നിയമാവർത്തനം 4:2 ഞാൻ നൽകുന്ന കൽപ്പനകളോടെ ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. സുഭാഷിതങ്ങൾ 30:6 അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനായി തീരുകയും ചെയ്യും. ഒന്നും കൂട്ടിച്ചേർക്കുകയും അരുത്, കുറയ്ക്കുകയും അരുത്. ഒരു വാക്ക് കൂട്ടരുത്, ഒരു വാക്ക് കുറയ്ക്കരുത്. ഒരു വള്ളിയോ പുള്ളിയോ മാറ്റരുത്. മാറ്റിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അർത്ഥവ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ദുർവ്യാഖ്യാനം ഉണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കേണ്ടിടത്ത് മറ്റു പലരെയും പ്രതിഷ്ഠിക്കാനിടയാകും. ലക്ഷ്യം മാറിപ്പോകും, വഴിതെറ്റിപ്പോകും, സ്വർഗരാജ്യത്തിലോട്ട് കയറാനൊക്കാതെ വരും, നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു വാക്കോ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റരുത്, കൂട്ടുകയും അരുത്, കുറയ്ക്കുകയും അരുത്. ബൈബിളിൽ എന്ത് പറയുന്നു അത് തന്നെ നമ്മൾ പറയണം. അവിടാണ് ആത്മാവിൻ്റെ വാൾ പിടിച്ചോളാൻ പറയുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അത് തന്നെ നമ്മൾ പഠിക്കണം, അത് തന്നെ നമ്മൾ വായിക്കണം, അത് തന്നെ പ്രസംഗിക്കണം. കാരണം അത് ആത്മാവിൻ്റെ വാൾ ആണ്. ഇന്നത്തെ ധ്യാനം നമുക്കവിടെ നിർത്താം. അടുത്ത 63-ാം എപ്പിസോഡിൽ കൊറിന്ത്യരിൻ്റെ 3-ാം അധ്യായത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാം. അതുവരെ ദൈവത്തിൻ്റെ ആ വഴിനടത്ത് നമുക്കുണ്ടാകണം. ഇന്ന് നമ്മൾ ചിന്തിച്ചതിൻ്റെ പ്രധാന സംഗതികൾ: തെറ്റ് ചെയ്യുന്നവരോട്, പാപികളോട് നമ്മൾ ക്ഷമിക്കണം. അവരെ ശിക്ഷിക്കുകയല്ല, നന്നാക്കാനുള്ള മെഡിസിനാണത്. അവരെ വീണ്ടും നമ്മൾ സ്നേഹപൂർവ്വം കരുതിക്കണം. അവരെ വളർത്തിയെടുക്കണം, നശിപ്പിക്കുകയല്ല. എല്ലാവരോടും സഹതാപം ഉണ്ടായിരിക്കണം, സ്നേഹത്തോടുകൂടി എല്ലാം പെരുമാറണം. അതിന് ദൈവം നമ്മളെ സഹായിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.